അതുവരെ കല്യാണം കളവാണെന്നൊക്കെ പറഞ്ഞ് എന്നെ വേർപ്പിച്ച ഏട്ടൻ്റെ വഴി തന്നെ ഞാനും സ്വീകരിക്കും. വിഷനോടായതുകൊണ്ട് അല്പം മയത്തിലാണ് ദിയ കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ മധുവിൻ്റെ സമനില തെറ്റുകയായിരുന്നു. നടത്തിക്കില്ലടി, നിന്റെ തന്നിഷ്ടം ഞാനിവിടെ നടത്തിക്കില്ല. മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിച്ച് ആ ആദ്യത്തിനെ കെട്ടാൻ നോക്ക്. അല്ലലില്ലാതെ ജീവിക്കാനുള്ള വഴി ദയവായിട്ട് കാണിച്ചു തരുമ്പോൾ തട്ടിത്തെറിപ്പിക്കുന്നു നീ. മധുമൂരുണ്ട്. എനിക്ക് ആ അല്ലലില്ലാത്ത ജീവിതം വേണ്ട. ഇത്തിരി ബുദ്ധിമുട്ടിയായാലും എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനോടൊപ്പം ജീവിച്ചാൽ മതി. ദിയ ഉച്ചത്തിൽ പറഞ്ഞത് കേട്ട് ഇടിവെറ്റതുപോലെ നിന്നുപോയി വിശ്വനും ഭാര്യയും. മോളെ, വിഷൻ അവിശ്വസനീയയോടെ വിളിച്ചു. അയാളുടെ നെഞ്ചിൽ വലിയൊരു ഭാരം എടുത്തു വെച്ചതുപോലെ വിമ്മിഷ്ടം അനുഭവപ്പെട്ടു. സത്യാണച്ചാ, ഞങ്ങൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒത്തിരി അടുത്തു പോയി. ഞങ്ങളെ പിരിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ഉറപ്പായും അവനോടൊപ്പം ഇറങ്ങിപ്പോകും. ഈ പ്രഗ്നൻസിയുടെ കാര്യം പുറത്താരെങ്കിലും അറിയും മുമ്പ് അവൻ വരും. കല്യാണം ആലോചിച്ച് അതുവരെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞേക്കണം അമ്മയോട്. ദിയയുടെ തീരുമാനം ഉറച്ചതായി. എന്നാൽ അവളുടെ വാക്കുകളിൽ നെഞ്ചു തീർന്നു നിൽക്കുകയായിരുന്നു വിശ്വൻ. വിവാഹത്തിന് മുമ്പ് ഒരു പെണ്ണിനെ ഗർഭിണിയാക്കുമ്പോൾ ആ പെണ്ണിൻ്റെ അച്ഛനും അമ്മക്കും എന്തുമാത്രം ഹൃദയവേദന ഉണ്ടാവുമെന്ന് വിശ്വന് കാലം അറിയിച്ചു കൊടുത്തു. എന്താണ് നീ പറഞ്ഞേ? കുടുംബത്തിൻ്റെ മാനം കളഞ്ഞു കൊടുക്കാനോട് നിന്റെ ഉദ്ദേശം? മാധു ദേഷ്യം സഹിക്കവയ്യാതെ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു. ദിയ വാശിയോടെ അത് തട്ടിയെറിഞ്ഞു. കുറച്ച് നാളുകളായി അവൾക്ക് ഈ ധൈര്യം കൈവന്നിട്ട്. ധ്രുവൻ പോയതിൽ പിന്നെ കിട്ടിയ ധൈര്യമാണ്. പ്രണയിക്കുന്നവന് മുന്നിൽ മനസ്സും ശരീരവും സമർപ്പിക്കുമ്പോൾ പ്രണയത്തേക്കാൾ അവൾക്ക് വാശിയായിരുന്നു. മക്കളുടെ ഇഷ്ടങ്ങൾ അറിയാതെ അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അമ്മയെ തോൽപ്പിക്കാനുള്ള വാശി. കുടുംബത്തിൻ്റെ മാനം കളയാനല്ല ഞാൻ ശ്രമിക്കുന്നത്, ആ മാനം രക്ഷിക്കാനാ. പണ്ട് കല്യാണത്തിന് മുന്നേ അമ്മ ഗർഭിണിയായി ചീത്തപ്പേര് കേൾപ്പിച്ചപ്പോൾ അച്ഛനമ്മയെ വിവാഹം കഴിച്ചല്ലേ ആ ചീത്തപ്പേര് മാറ്റിയത്? അതിന് എത്ര പേരുടെ ജീവിതം നശിപ്പിച്ചു. അമ്മയുടെ കുഞ്ഞിൻ്റെ അച്ഛനെ സ്വന്തമാക്കാനല്ലേ നോക്കിയത്? അത് തന്നെയല്ലേ ഞാനും ചെയ്തത്. അതിന് അന്തസ്സില്ലായ്മയാണെങ്കിൽ എൻ്റെ അമ്മയ്ക്കില്ലാത്ത അന്തസ് എനിക്കും വേണ്ട അമ്മേ. അത്രയും പറഞ്ഞവൾ അകത്തേക്ക് കയറി പോകുമ്പോൾ വിളറി വെളുത്ത് നിന്നുപോയി മധു. കാലം മുന്നിൽ വന്നു നിന്ന് കണക്ക് ചോദിക്കുന്നത് നോക്കി നിസ്സഹാരായി പരസ്പരം നോക്കി നിൽക്കാനേ ഇരുവർക്കും കഴിഞ്ഞുള്ളൂ. മധുവിന് അവളെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. പക്ഷേ പണ്ടത്തെ ദിയയല്ല. വാശിപ്പുറത്ത് അവൾ എന്തൊക്കെ ചെയ്യുമെന്ന് ഒരു പിടിയില്ല. കാലക്കേടിന് അവളെങ്ങാനും ഇറങ്ങിപ്പോയാൽ ഈ നാട്ടിൽ തലപൊക്കി നടക്കാൻ പറ്റില്ല. കുറച്ചൊന്നുമല്ല മകളെ കണ്ട് അഹങ്കരിച്ചത്. നമ്മളിനി എന്തു ചെയ്യും വിശ്വേട്ടാ? നിരാശയോടെ അതിലുപരി അരിശത്തോടെ മധു ഭർത്താവിനോട് തിരക്കി. ചെയ്യാനിനി ഒന്നേ ഉള്ളൂ. ആരായാലും ആ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കുക. നാണക്കേടിൽ നിന്നെങ്കിലും രക്ഷപ്പെടും. അല്ലെങ്കിൽ അമ്മയുടെ വഴി തന്നെ മോളും തിരഞ്ഞെടുത്തു എന്ന് നാട്ടുകാർ പറഞ്ഞ് ചിരിക്കും. അത് പറഞ്ഞ് വിശ്വൻ അകത്തേക്ക് കയറിപ്പോയി. പണത്തിന് നല്ല കുറവുണ്ടിപ്പോൾ. അതിനിടയ്ക്ക് അഭിമാനം കൂടി നഷ്ടപ്പെടുത്താൻ വിശ്വന് ഒരുക്കമല്ലായിരുന്നു. അർജുൻ അന്ന് വീട്ടിൽ തന്നെയായിരുന്നു. മീരയുടെ കട്ടായങ്ങളൊക്കെ അവനങ്ങോട്ട് ബോധിച്ച മട്ടാണ്. അതിൽ രസം പിടിച്ച് ഗൗരവം നടിച്ച് അവളെ വട്ടുപിടിപ്പിക്കുന്നതാണ് അവൻ്റെ വിനോദം. ഉച്ചയോട് കഴിഞ്ഞ് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവന് ഹാളിൽ തന്നെയായിരുന്നു. അവനോട് തനിച്ചൊന്ന് സംസാരിക്കണമെന്ന് അവളും ആഗ്രഹിച്ചിരുന്നു. തൻ്റെ മാനത്തെ അവൻ തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് വീണ്ടും ഒരു അവസരം ചോദിക്കണമെന്നുണ്ട് അവൾക്ക്. പക്ഷേ എന്തോ ഒരു മടി. അതിനൊപ്പം അവൻ്റെ അവഗണനയും. ആ അവഗണനയുടെ ദേഷ്യം ഒരുപാട് വട്ടം പറഞ്ഞിട്ടും വിശ്വസിക്കാത്തൊരു കാര്യം വീണ്ടും ആവർത്തിക്കാനുള്ള മടുപ്പും. എന്നാൽ അർജുൻ നല്ല ഹാപ്പിയാണ്. അമ്മയോടും കൃതിയോടും ജോലിസ്ഥലത്തെ വിശേഷങ്ങളും സഹപ്രവർത്തകരുടെ തമാശകളും ഒക്കെയായി ആ സംസാരം നീണ്ടുപോയി. അവരെ 3 പേരെയും കാണുമ്പോൾ അവൾക്കുള്ളാലൊരു വിഷമം, ഒറ്റപ്പെട്ടതുപോലെ. അന്യം അവൾ അരികിലിരിക്കാൻ വിളിച്ചെങ്കിലും അവർക്കൊപ്പം ഇരിക്കാനോ അവരുടെ തമാശകൾ ആസ്വദിക്കാനോ കഴിയില്ലെന്ന് തോന്നിയപ്പോൾ അവൾ സ്വന്തം മുറിയിലേക്ക് പോയി. അർജുനെ പോലെ കൃതിയും അത് ശ്രദ്ധിച്ചു. മൊബൈൽ ഫോൺ റിങ് ചെയ്തപ്പോൾ അനിമ ഫോൺ എടുക്കാനായി എണീറ്റ് പോയി. ഒരാൾ തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വരുമ്പോൾ ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാവണേട്ടാ. അല്ലാതെ എങ്ങനെ വേദനിപ്പിക്കല്ല വേണ്ടത്. പകരം വീട്ടരുതെന്ന് പറയുന്നില്ല, പക്ഷേ ഓവറാവരുത്. ഏട്ടൻ നേരിട്ട് അവഗണനയ്ക്ക് മുന്നിൽ ഇതൊന്നും ആയിട്ടില്ലെന്ന് അറിയാമെങ്കിലും ഇങ്ങനെ പോയാൽ അവരുടെ ജീവിതം എന്താവുന്ന ആശങ്കയുടെ പുറത്താണ് കൃതി ഏട്ടൻ ഉപദേശിച്ചത്. ഉപദേശം കഴിഞ്ഞ് അവൻ എന്തെങ്കിലും പറയും മുമ്പ് തന്നെ കൃതി എണീറ്റ് പോയിരുന്നു. അവൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മനോജ് വിളിക്കുന്നത്. സുഹൃത്തുക്കളെല്ലാം നാട്ടിലുള്ളപ്പോൾ വൈകുന്നേരം എല്ലാവരും കൂടി ഒരു സ്ഥിരം സ്പോട്ടിൽ കുറ്റിയടിച്ചിരിക്കുന്നത് ശീലമുണ്ട്. അർജുൻ ട്രെയിനിങ്ങിന് പോയതിൽ പിന്നെ ആ പോക്ക് നിന്നിരുന്നു. ഇതിപ്പോൾ മനോജ് ഒറ്റയ്ക്ക് വീട്ടിൽ നിന്നും അടുത്തപ്പോൾ എല്ലാവരും വിളിച്ച് കൂട്ടുന്നതാണ്. ആദ്യം വരുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും മനോജ് നിർബന്ധിച്ചതോടെ അവൻ വരാമെന്നേറ്റു. ഡ്രസ്സ് മാറാനായി മുറിയിലേക്ക് ചെല്ലുമ്പോൾ മേരി ഇരിപ്പുണ്ട് ബെഡിൽ. 2 കൈയും ബെഡിൽ കുത്തി നിലത്ത് നോക്കി ബെഡിൽ ഒരേ ഇരിപ്പാണ്. എനിക്കൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമായിരുന്നു. അവൾ ഇരിക്കുന്നത് കണ്ട് അവന് പറഞ്ഞു. മീര തലയോർത്തി അവനെ നോക്കി. തന്നോട് പുറത്ത് പോകാനാണ് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് അവൾക്ക് മനസ്സിലായി.
എവിടെ പോണ്? അവൾ തിരക്കി. ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക്. മനോജ് വിളിച്ചിരുന്നു. അവൻ ഫോൺ ഉയർത്തി കാട്ടി. അതോടെ മീരയുടെ മുഖം മാറി. അവൾ ഇരുന്നേറ്റതും എഴുന്നേറ്റതും അർജുൻ പോയി ധരിക്കാനുള്ള ഡ്രസ്സ് എടുത്തു. എന്നാൽ വാതിൽക്കലേക്ക് നടന്നവൾ ഡോറ് ലോക്ക് ചെയ്ത് തിരികെ വരുന്നത് കണ്ട് അർജുൻ പിടിച്ചു നിന്നു. താൻ എന്തിനാ ഡോറാകത്തേന്ന് ലോക്ക് ചെയ്തേ? ഒന്ന് പുറത്തിറങ്ങിക്കേ, അർജുൻ മുഖം വെടിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ലെങ്കിൽ ഇയാൾ എന്ത് ചെയ്യും? പിടിച്ച് പുറത്താക്കൂ. മീരവന് മുന്നിൽ വന്നു നിന്ന് ഇളിയിൽ കൈകുത്തി നിന്നു. താനൊന്ന് പുറത്തു പോകുന്നുണ്ടോ? എനിക്ക് ഈ ബേശക്കൊന്ന് മാറണം. അവൻ ഗൗരവം നടിച്ചു. മാറിക്കോന്നേ, അതിന് ഞാൻ എന്തിനാ പുറത്തു പോകുന്നേ? അവൾ നെറ്റിച്ചു പിടിച്ചവനെ നോക്കി. അർജുൻ അത് കേട്ട് ഞെട്ടി. മനസ്സ് വല്ലാണ്ട് സന്തോഷിച്ചു. ആ സന്തോഷം മുഖത്ത് പ്രകടമാതിരിക്കാൻ അവൻ കുറച്ച് കഷ്ടപ്പെട്ടു. ആ, താൻ കളിക്കാതെ പോയേ, എനിക്ക് പുറത്തു പോകാനുള്ളതാ. അവൻ ഗൗരവത്തോടെ പറയുന്നത് കേട്ട് മീരയുടെ മുഖം ഇരുണ്ടു. നിങ്ങൾ ഇന്ന് എങ്ങും പോകുന്നില്ല, അവൾ വാശിയോടെ പറഞ്ഞു. ഒപ്പം സങ്കടവും വരുന്നുണ്ട്. താനായി ഒരു അടുപ്പമുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോഴുള്ള അവൻ്റെ ഈ അവഗണന അവളെ വേദനിപ്പിക്കുന്നുണ്ട്. കളിക്കല്ലേ, അവന്മാരെന്നെ നോക്കിയിരിക്കും. അവൻ പറഞ്ഞതോടെ അവളുടെ കണ്ണുകൾ ചുവന്നു. അവരെ മുഷിപ്പിക്കാൻ പറ്റില്ലല്ലേ? ഭാര്യ ഇവിടെ നോക്കിയിരിക്കുന്നത് കാണാൻ നിങ്ങൾക്ക് കണ്ണില്ല. ഉള്ളിലെ പരിഭവം ദേഷ്യമായി പുറത്തേക്ക് വന്നു. എന്തോ അതൊക്കെ അർജുന ആസ്വദിക്കുകയാണ് ചെയ്തത്. കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഇതിനിടയിൽ ഒരിക്കൽ പോലും ഭാര്യയിൽ നിന്നൊരു സന്തോഷം എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. ആ സമയത്തൊക്കെ കൂടെ ഉണ്ടായിരുന്നവർ അവരാണ്. അവരെങ്ങനെ ഞാൻ മോഷിപ്പിക്കും? അർജുൻ കൈ കെട്ടി അവൾക്ക് മുന്നിൽ നിന്നു. മീരയുടെ മുഖം വാടി, ശിരസ് താണു. പകരം വീട്ടാണല്ലേ എന്നോട്? അടുത്ത നിമിഷം തലയുയർത്തി അവൾ ചോദിച്ചു. അതിനവൻ ചിരിച്ചതേ ഉള്ളൂ. വീട്ടിക്കോ, എത്ര വേണേലും പകരം വീട്ടിക്കോ. നിങ്ങൾ എന്നെ എത്ര ഒഴിവാക്കിയാലും നിങ്ങളെപ്പോലെ ഒഴിഞ്ഞു മാറി പോവില്ല. ഞാനിനി ഇടിച്ചു കയറി വരിക തന്നെ ചെയ്യും, മീര പറഞ്ഞു. ഓഹോ എന്നൊരു ഭാവത്തിൽ അവൻ അവളെ അടിമുടി ഒന്ന് നോക്കി. ഇന്നീ മുറി വിട്ട് നിങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ കിടന്നോണം. അവനെ തള്ളി ബെഡിലേക്കിട്ട് അവനെടുത്ത ഡ്രസ്സൊക്കെ തിരികെ വെച്ചവൾ. ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അർജുൻ ബെഡിൽ മലന്ന് കിടന്നു. പെട്ടെന്ന് അവൻ ചാടി എഴുന്നേറ്റു. അവനവളുടെ കട്ടായങ്ങളൊക്കെ രസിച്ച മട്ടാണ്. അവളുടെ ഈ ഭാവങ്ങളൊക്കെ കണ്ട് ശീലമില്ലാത്തതാണ്. പക്ഷെ ആ നിമിഷങ്ങളൊക്കെ അവനെ വല്ലാണ്ട് സന്തോഷിപ്പിക്കുന്നു. ഞാൻ എന്തിനാ താൻ പറയുന്നതൊക്കെ അനുസരിക്കുന്നേ? എനിക്ക് പോണം. അവൻ വീണ്ടും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി തുനിഞ്ഞു. വാർഡ്രോബിന് മുന്നിൽ തടസ്സമായി നിന്നുകൊണ്ട് അവൾ അവനെ തടഞ്ഞു. മാറി മീരേ, അവൻ പറഞ്ഞു. അവൾ കയ്യും കെട്ടി അവിടെ തന്നെ നിന്നു. ഞാൻ പോക്കിയെടുത്ത് ഏറിയാണെങ്കിൽ മാറിക്കോ, അവൻ ഗൗരവം നടിച്ചു. അവളവനെ രൂക്ഷമായി നോക്കിയതല്ലാതെ ഒരടി അനങ്ങിയില്ല. ശരി, ഈ വേഷത്തേനെ പോയേക്കാം. ഈ അടുത്ത് വരെ പോകാനല്ലേ, ഈ തന്നെ ധാരാളം. ഒരു പിടിവലിക്ക് പോലും മുതിരാതെ തിരിഞ്ഞ് നടക്കുന്നവൻ നോക്കി മീര പല്ല് കടിച്ചു പോയി. മീരവനെ പോകാൻ വിടില്ലെന്ന വാശിയിലാണ്. അവന് മുന്നിൽ തടസ്സമായി കയറി നിന്നുകൊണ്ട് അവൻ്റെ ഷർട്ടിൽ പിടിച്ചു. ഇയാളെന്താ റിവെഞ്ച് ചെയ്യാണോ? ഇയാൾ എന്നോട് അടുപ്പത്തിന് വന്നിട്ടുമില്ല, ഞാനും അതിനായിട്ട് ശ്രമിച്ചിട്ടുമില്ല. ഇടയ്ക്ക് വിളിച്ച് വിശേഷങ്ങൾ തിരക്കൊന്നല്ലാതെ നമ്മുടെ റിലേഷൻ ഒന്ന് സ്ട്രോങ് ആക്കാനുള്ള ഒരു ശ്രമവും നിങ്ങളിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഇയാളുടെ പെരുമാറ്റം കണ്ട ഇയാൾ പിറകെ നടന്നപ്പോൾ ഞാൻ ഒഴിവാക്കി വിട്ടതുപോലെയാണല്ലോ. മീര അവരെ നോക്കി കണ്ണുരുട്ടി. അർജുന ഒന്നും മിണ്ടിയില്ല. ശരിയാ, എനിക്ക് കുറെ തെറ്റുകൾ പറ്റി. അതിൻ്റെ കാരണവും 1000 മാപ്പും പറഞ്ഞ് കഴിഞ്ഞില്ല ഞാൻ. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? ഇനിയെങ്കിലും ഒന്ന് ക്ഷമിച്ചൂടെ? ഒരവസരം കൂടെ തന്നൂടെ? പറയുന്നതിനൊപ്പം മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. അർജുനും പാവം തോന്നി. അപ്പോഴും മിണ്ടാതെ നിൽക്കുന്നവനെ കണ്ട് അവളവനെ നെഞ്ചിലേക്ക് ചാഞ്ഞവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. സോറി 1000 സോറി. തെറ്റ് പറ്റിപ്പോയി, തിരുത്താനൊരവസരം താ, മീര ദയനീയമായി പറഞ്ഞു. അർജുന ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി അവൾ കണ്ടതുമില്ല. അപ്പോഴേക്കും അവൻ്റെ ഫോൺ റിങ് ചെയ്തു. നോക്കുമ്പോൾ അർജുനാണ്. മീരയെ അടർത്തി മാറ്റാതെ തന്നെ അവൻ ഫോൺ അറ്റൻഡ് ചെയ്ത് മനോജിനോട് സംസാരിച്ചു. ഇപ്പോൾ വരാമെന്ന് അവനോട് പറഞ്ഞത് കേട്ട് അവനിൽ നിന്നും മീര അടർന്നു മാറാതെ മീര തല മാത്രം ഉയർത്തി അവനെ നോക്കി സങ്കടത്തോടെ. അത് കണ്ടപ്പോൾ അവളെ നെഞ്ചോട് അടക്കി പിടിക്കാനാണ് അവന് തോന്നിയത്. മീരെ, എനിക്ക് പോകണം. അവനത് പറഞ്ഞതും അവൾ വീണ്ടും വാശിയോടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുമെന്ന് അവൻ കരുതിയെങ്കിലും ഒന്നും മിണ്ടാതെ അടർന്നു മാറുകയാണ് അവൾ ചെയ്തത്. അവൾക്ക് സങ്കടമായെന്ന് തോന്നുന്നു. പിന്നീട് ഒന്നും മിണ്ടാതെ അവനെ മുറിയൊണിഞ്ഞു കൊടുത്തവൾ അവിടുന്ന് പോയി. ആ പോക്ക് കണ്ടപ്പോൾ അവനും വല്ലാതെയായി. എങ്കിലും മനോജിനോട് വന്നേക്കാൻ ഏറ്റുപോയത് കൊണ്ട് അവൻ ഡ്രസ്സ് ചെയ്ത് വീണ്ടും പോവുകയും ചെയ്തു. അർജുൻ പോയതോടെ മീര മൂഡ് ഓഫാണ്. പറയാൻ തൻ്റെ ഭാഗത്ത് ന്യായമൊന്നും തന്നെയില്ല. അർജുൻ്റെ ഈ പെരുമാറ്റത്തെ കുറ്റം പറയാനും പറ്റില്ല. ചെയ്തതൊക്കെ തിരിച്ചു കിട്ടുന്നുവെന്ന് ചിന്തിക്കാനേ പറ്റൂ. ഇപ്പോൾ അവൾ അങ്ങനെ മനസ്സ് തളർന്നിരിക്കുമ്പോഴാണ് കൃതി അവൾക്ക് അരികിലേക്ക് വന്നിരിക്കുന്നത്. എന്താടി, എന്തോ പോലെ അണ്ണാനെ പോലെ ഒരു ഇരിപ്പ്. താൻ വന്നത് പോലും അറിയാതെ എന്തോ ചിന്തയിലാണ്ടിരിക്കുന്നവൾ നോക്കി കൃതി ചോദിച്ചു.
അപ്പോഴാണ് കൃതി അവൾ കാണുന്നത്. അതോടെ മീര അവളുടെ തോളിലേക്ക് ചാഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയാലൊന്ന് ആലോചിക്കുക, വിഷാദത്തോടെ പറയുന്നവൾ കൃതി ഒരു ഞെട്ടലോടെ അറുത്തി മാറ്റി. എന്താ നീ ഇപ്പം പറഞ്ഞേ? കൃതി കണ്ണുരുട്ടി. മീര മിണ്ടാതിരുന്നതേ ഉള്ളൂ. ഓരോരുത്തരണം തന്നാലുണ്ടല്ലോ, മേരിഞ്ഞാ നല്ലടി ഏടിന് വേണ്ടി കരഞ്ഞു വിളിച്ച് എൻ്റെ അടുത്ത് വന്ന് നീ ബന്ധം പിരിയാൻ വയ്യെന്ന് പറഞ്ഞിട്ട് ഇപ്പം ആ തീരുമാനമൊക്കെ മാറിയോ? കൃതി അവളെ സൂക്ഷിച്ചു നോക്കി. മീര ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് വിതുമ്പലടക്കി. ഞാനിവിടെ ഒറ്റപ്പെട്ട് പോവാടി, സങ്കടം വരുന്നു. മീര അവളുടെ തോളിൽ മുഖമമർത്തി. കൊള്ളാം, അപ്പം ഞാനും അമ്മയും നിനക്ക് ആരും അല്ലല്ലേ? കൃതി അവൾ അടത്തി മാറ്റി. എന്താടി, എന്താ നിനക്ക് പറ്റിയപ്പോൾ തിരിച്ചു പോകാൻ തോന്നാൻ മാത്രം? കൃതി സാവധാനം തിരക്കി. ഞാനിവിടെ ഉള്ളത് കൊണ്ടാ നിന്റെ ഏട്ടനെ ഇവിടെ ഇരിക്കാതെ എപ്പോഴും പുറത്ത് പോണേ. ഞാനുള്ളത് അത്രയ്ക്ക് ബുദ്ധിമുട്ടായിട്ടല്ലേ വീട്ടിലിരിക്കാതെ ഇങ്ങനെ അവഗണിക്കുന്നേ? മീര പരാതി കേട്ട് അടിച്ചു. ഇന്നലെ മുതലുള്ള അവൻ്റെ പെരുമാറ്റം അവൾ വീണ്ടും എണ്ണി എണ്ണി പറഞ്ഞു. എടി പൊട്ടി, നീ നേടെ ചുമ്മാ വട്ട് പിടിപ്പിക്കുന്നതാ. നീ ഇങ്ങനെ പുറകെ നടക്കുന്നത് ആളുടെ രസം പിടിച്ച മട്ടാണ്. അതാ ഇങ്ങനെയൊക്കെ. ഇതിനൊക്കെ മടുത്ത് വീട്ടിൽ പോകാൻ നിന്നാലേ നിങ്ങളുടെ ജീവിതം എങ്ങും എത്തൂല. അല്ലെങ്കിൽ നിനക്കിത്തിരി മണ്ടതര എഴുത്തിച്ചാട്ടം കൂടുതലാണ്. അതും പറഞ്ഞ് കൃതി അവളുടെ തലയ്ക്കൊരു കൊട്ട് കൊടുത്തപ്പോൾ തലയും തടവിൽ ചുണ്ടുപിളർത്തി നോക്കി അവളെ. പോകണമെന്ന് എനിക്കും ആഗ്രഹമൊന്നുമില്ല, പെട്ടെന്ന് അങ്ങനെ തോന്നിപ്പോയി. കാരണം നിന്റെ ഏട്ടൻ കുറച്ച് ഓവറാ. കുറച്ചല്ല, കുറച്ച് അധികം. തനിക്ക് മുന്നിൽ മുഖം വീർപ്പിച്ചിരിക്കുന്നവൾ നോക്കി കൃതി ചിരിച്ചു. നീ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇടിച്ചു കയറി അങ്ങോട്ട് ചെന്നാൽ മതി. എൻ്റെ ഏട്ടനല്ലേ, ഈ ജാടയൊക്കെ എവിടെ വരെ പോകുന്നു എനിക്കറിഞ്ഞൂടെ? കൃതി അവൾക്ക് ധൈര്യം പകർന്നു. ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തില്ല നീ, എന്നിട്ടാണോ ഈ നിസാരക്കാരത്തിന് ഓടി വീട്ടിൽ പോണേ? ഓടി അങ്ങോട്ട് ചെന്നാൽ മതി, അങ്ങൾ നിനക്ക് നല്ല സ്വീകരണം തരും. കൃതി പറഞ്ഞത് കേട്ട് മീര ചുണ്ടു ചുളുക്കി. നിന്റെ അച്ഛനെ നീ നല്ലൊരു ജീവിതം സ്പോയിൽ ചെയ്ത് കളയുന്ന ദേഷ്യടി. നീയും വേണ്ടും നന്നായി ജീവിക്കുന്നത് കാണും വരെ ഉള്ളൂ ഈ ദേഷ്യവും വാശിയും. കൃതിയോട് സംസാരിച്ചിരുന്നപ്പോൾ മീരക്ക് നല്ല സമാധാനം തോന്നി. കുറച്ചു നേരം അർജുനെ കുറ്റം പറഞ്ഞവൾ തൃപ്തിപ്പെട്ടു. ആ ഫ്രസ്ട്രേഷൻ അങ്ങ് തീർത്തു. അല്ലടി, നിനക്ക് നടി കല്യാണം കഴിച്ചാൽ കുറേ ആയി ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. തൻ്റെ സങ്കടമൊക്കെ ഒരുവിധം ഒതുക്കിയതും മീര അടുത്ത വിഷയം എടുത്തിട്ടു. ഓ, കല്യാണം കഴിഞ്ഞയുടെ അവസ്ഥയൊക്കെ ഞാൻ കൺമുന്നിൽ കാണുമല്ലേ. ഇപ്പോൾ ഒരു വരുമാനമൊക്കെയായി സമാധാനത്തോടെ ജീവിച്ചു പോവാം. അതിനിടയിലേക്ക് അനാവശ്യ ടെൻഷൻ എടുത്തു വെക്കാൻ എനിക്ക് വയ്യേ. അവൾ മീരയെ തൊഴുതു പറഞ്ഞു. നീ വിചാരിക്കുമ്പോൾ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നല്ലടി ഈ കല്യാണം. മീര പറയുന്നത് കേട്ട് കൃതി അവൾ അടിമുടി നോക്കി. അത് നീ തന്നെ പറയണം. കൃതി അവളെ നോക്കി കളിയാക്കിയതും മീര അവളെ നോക്കി ചിരിച്ച് കാണിച്ചു. അമ്മയുടെ നിർബന്ധം കൊണ്ടാ ഞാൻ പിന്നെ പെണ്ണുകാണലിന് സമ്മതിച്ചു കൊടുത്തത്. എന്താകുമോ എന്തോ. കൃതി മുകളിലേക്ക് നോക്കി കൈമലർത്തി. എന്താവാൻ, ഈ വരുന്ന ചെക്കൻ്റെ മുന്നിലേ നീ മൂക്കും കുത്തി വീഴും. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടേ. നിന്നെ ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് വേണം എനിക്കും അമ്മക്കും നിന്റെ ഏട്ടനും കൂടി ഒന്ന് അടിച്ച് പൊളിക്കാൻ. മീര ഉത്സാഹത്തോടെ പറഞ്ഞതും കൃതി ചുണ്ടുകൂട്ടി ചിരിച്ചു. അത്ര വലിയ മനക്കോട്ടൊന്നും കേട്ടണ്ട, ഞാൻ അടുത്തൊന്നും പോകാൻ ഉദ്ദേശിച്ചില്ല ശവമേ. അതും പറഞ്ഞ് കലിയോടെ എണീറ്റ് പോകുന്ന പോക്കിൽ മീരയ്ക്കൊരു ചവിട്ട് കൊടുക്കാനും അവൾ മറന്നില്ല. ശാവേന്നോ, വന്ന് നിനക്കെൻ്റെ ബഹുമാനമില്ലേ? അമ്മയോട് പറയുന്നുണ്ട് ഞാൻ. മീര കപട ഗൗരവത്തിൽ പറഞ്ഞത് കീറി ഇളിക്ക് കൈ കൊടുത്ത് അവളെ തിരിഞ്ഞു നോക്കി. ബഹുമാനിക്കാൻ പറ്റിയൊരു ചാചനം, ഒന്ന് പോയടി. അതും പറഞ്ഞ് പുച്ഛിച്ച് വിട്ടവൾ പോയതും ആ പോക്ക് കണ്ട് മീര ചിരിച്ചു പോയി.